ബിഫോർ ജസ്റ്റ് പെയ്ഡ് ജോഷി ചേട്ടനുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്ര ഉണ്ടായിരുന്നു? ബിഫോർ ജസ്റ്റ് പെയ്ഡ് ആൻഡ് ആഫ്റ്റർ ജസ്റ്റ് പെയ്ഡ്? ബിഫോർ സീറോ സാർ. ബിഗ് സീറോ. ബിഗ് സീറോ. ഇപ്പൊ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എത്ര കോടി അസറ്റിന്റെ മുതലാളിയാണ് നിങ്ങൾ? തീർച്ചയായിട്ടും സാർ. അല്ലേ? അത് മാത്രമാണോ? എപ്പോഴും നമ്മൾ എപ്പോഴും പറയും നമ്മൾ ഉണ്ടാക്കിയ സ്വത്തൊക്കെ നശിച്ചു പോയാലും നമ്മുടെ കൂടെ എത്ര പേരുണ്ട്. ആ നിലയ്ക്ക് താങ്കൾക്ക് അഭിമാനിക്കാം. ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം 500 പേരെ നയിക്കുന്ന ഒരു വലിയ ലീഡറായിട്ട് താങ്കൾ മാറിക്കഴിഞ്ഞു. അതെ സാർ, അതിനകത്ത് വളരെയധികം ആത്മാഭിമാനമുണ്ട്. കാരണം അത് അനുഭവിക്കുമ്പോഴേ എടുത്തുള്ളൂ. ഇപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഈ കുറച്ച് ഇത്രയും ആൾക്കാർ ഒരു ലീഡറായിട്ട് അത്രയും ആൾക്കാർക്ക് വെളിച്ചം വീശിയപ്പോൾ സാറിൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു അവസരം കാണിച്ചു കൊടുത്ത അല്ലേ, അത് വലിയൊരു അവസ്ഥയാണ്. അത് ആ ആൾക്കാർക്ക്, അതായത് അവരുടെ നമുക്കറിയാം വരാൻ പോകുന്ന സമൂഹത്തിൽ വലിയൊരു ദാരിദ്ര്യം വരാൻ പോകുമ്പം ആ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനായിട്ട് സാറ് കൊണ്ടുവന്ന ഈ പ്രോജക്റ്റും സാറിൻ്റെ ആ വലിയ മനസ്സും, അതിനെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സാറിൻ്റെ സന്തോഷം എത്രയായിരിക്കുമെന്ന്. അല്ല ജോഷിട്ടാ, സന്തോഷത്തെക്കാൾ ഉപരി ഇപ്പം പറഞ്ഞു നമ്മൾ 2023 സ്റ്റാൻഡേർഡ് പ്ലാന്റേഷൻ കൊണ്ടുവന്നപ്പോൾ പലരും പറഞ്ഞു ഇതെന്തോ പുതിയ തട്ടിപ്പിലേക്കാണ്, ഇവന് പ്രാന്താണ്, തലക്ക് വെളിയില്ല, എന്തൊക്കെയോ ആളുകൾ പറയും, നിങ്ങൾക്ക് തന്നെ അറിയാലോ. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ പറ്റിയ അത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇന്ന് എത്ര പേരെ ജീവിതത്തിലാണ് നമ്മൾ വെളിച്ചം വീശിയത് അല്ലേ? ചില്ലറയാണോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടേജിൻ്റെ ഒരു റെൻറ്റ് അഡ്വാൻസ് എനിക്ക് 1500 മേലെ ആളുകളുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയത്. ഇതൊക്കെ നമ്മൾ മറ്റൊന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒന്നല്ലല്ലോ അത്.